പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെല്ലാവരെയും നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പക്കലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് വയ്ക്കും. വിമല സങ്കേത ശുശ്രൂഷയുടെ ഈ 30-ാം ദിനത്തിൽ കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപകൾ അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി നൽകണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തെ നമുക്കൊന്ന് ഓർക്കാം. നമ്മുടെ ജീവിത മേഖലകളെ, നമ്മളായിരിക്കുന്ന ഓരോ ജീവിത ഉദ്യമ മേഖലകളിലും കർത്താവിൻ്റെ വലിയ സംരക്ഷിക്കുന്ന കരം, അനുഗ്രഹത്തിൻ്റെ കരം നമ്മളോടൊപ്പം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും മാധ്യസ്ഥ നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മളെ ഓരോരുത്തരെയും കൈപിടിക്കും. അമ്മ മാതാവേ, അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പ്രിയമക്കളായ ഞങ്ങളെല്ലാവരെയും പൊതിയണമേ. മാതൃവാത്സല്യത്തിൻ്റെ വലിയ സംരക്ഷണം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. പ്രാർത്ഥനയോടെ നിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഏറ്റവും ഭക്തിയോടെ നമുക്ക് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം. ജെറമ്യ പ്രവചനം 15-ാം അധ്യായം 16-ാം തിരുവചനം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിമല സങ്കേതം ശുശ്രൂഷയുടെ 30-ാമത്തെ ദിനത്തിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. അനേകരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയായി, അനുഗ്രഹമായി, അഭിഷേകമായി ദൈവിക ഇടപെടൽ ഈ ദിവസങ്ങളിൽ ഒത്തിരി പേർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമുക്ക് സമർപ്പിച്ചു വയ്ക്കും. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 4-ാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. ഈ ദിനങ്ങളിൽ, ഈ 4-ാം ഘട്ടത്തിൻ്റെ 7 ദിനങ്ങളിൽ യേശുവിനെക്കുറിച്ചുള്ള ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ വളരുകയാണ്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, എൻ്റെ കൂടെ ആയിരിക്കുന്ന എൻ്റെ ദൈവം, എന്നോട് കരുണ കാണിക്കുന്ന ദൈവം, ആ ദൈവീക സ്നേഹത്തെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ നാം തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ധ്യാന ചിന്തകളെ ദൈവവചനവുമായിട്ട് കോർത്തിണക്കി മുന്നോട്ട് പോകുമ്പോൾ, കർത്താവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. വചനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വചനം ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നാം ശ്രവിച്ച വചനഭാഗം ജെറമ്യ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം. അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഏറ്റവും അധികമായി അനുഭവിക്കുവാൻ സാധിക്കുന്നത് തമ്പുരാൻ്റെ വചനത്തിലൂടെയാണ്. ദൈവവചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ കൈപിടിച്ച് നയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചനത്തോട് വലിയൊരു അടുപ്പം നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഏവർക്കും സുപരിചിതമായ വചനമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം. നമുക്കതൊന്ന് എടുക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. തുടർന്ന് നമ്മൾ വചനം വായിച്ചു പോകുമ്പോൾ, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ദൈവ സാന്നിധ്യം തന്നെയാണ് ദൈവവചനം. ദൈവവചനം എന്ന് പറയുന്നത് ദൈവം തന്നെ. അപ്പോൾ ഈ ദൈവവചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ
ഇരുളിനെ അകറ്റുന്നതായി ഈ വചനം മാറും. ആ ഇരുളിൽ നമുക്ക് പ്രകാശമായി ദൈവ വചനത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. നമ്മെല്ലാവരും വചനം വായിക്കുന്നവരാ അല്ലേ? നമ്മുടെയൊക്കെ അനുദിന പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ വചന വായന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മെല്ലാവരും വചനം വായിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്നവരാണ്. പ്രിയമുള്ളവരെ, ഈ വചനത്തോട് നമ്മൾ അടുത്തു നിൽക്കുമ്പോൾ എപ്രകാരമാണ് ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഹെബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനം: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ ഒരു വലിയ അഭിഷേകത്തെ, വലിയൊരു ശക്തിയെ നമ്മൾ കാണുകയാണ്. അപ്പം ദൈവവചനം നമ്മളായിരിക്കുന്ന ജീവിത മേഖലയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. നമ്മൾ വെറുതെ വായിക്കുന്നതല്ല, മറിച്ച് ഓരോ ദൈവവചനത്തിലും ദൈവത്തിൻ്റെ ചൈതന്യം നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ചൈതന്യം ഓരോ വചനത്തിലുമുണ്ട്. വായിക്കുന്ന വചനം അത് കേൾവിക്കാരൻ ആയിരിക്കുന്ന ജീവിത അവസ്ഥയിൽ ആ ജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. നമുക്ക് സുപരിചിതമായ ഒരു വചനം, അത് വായിക്കുന്ന വിവിധ തലങ്ങളിലുള്ള വ്യക്തികളെ നമുക്കൊന്ന് കാണുവാനായിട്ട് നോക്കാം. നമുക്ക് സുപരിചിതമായ ഒരു വചനമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ വചനം വായിക്കുന്ന ഒരു 4 വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളെ ഞാൻ നിങ്ങളുടെ മുൻപിലൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒരു പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഒരു കൊച്ചു കുഞ്ഞ്. ഈ കുഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് വചനം എടുത്ത് വായിക്കുകയാണ്. കിട്ടിയ വചനം ഇതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ വചനം വായിക്കുമ്പോൾ ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഈശോ കൂടെയുണ്ട്, പരീക്ഷയിൽ വിജയം നൽകും, പേടിക്കാതെ പരീക്ഷ എഴുതുവാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു ചിന്തയാണ് ഈ വചനം വായിക്കുന്ന പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഒരു കൊച്ചിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ കൊച്ചങ്ങനെ സന്തോഷത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയ്ക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്നു. വീണ്ടും ഈ വചനം വായിക്കുന്നത് ഒരു ആശുപത്രിയിൽ ഒരു ഓപ്പറേഷന് പോകുന്ന, അപ്പോയിൻമെൻ്റ് എടുത്തു, ഡേറ്റായി ഓപ്പറേഷന് പോകുന്ന ഒരു സഹോദരൻ. ഈ സഹോദരൻ പോകുന്നതിന് മുൻപ് വീട്ടിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്നു. ഒരു മേജർ ഓപ്പറേഷനാണ്, കുടുംബാംഗങ്ങൾ കൂടെയുണ്ട്, അല്പം ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ വചനം വായിച്ചു. വചനം എടുത്തപ്പോൾ കിട്ടിയ വചനം ഇതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ വചനം വായിക്കുന്ന ഈ രോഗിയായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബലം കിട്ടുന്ന വചനമാണ്. ഈ ഓപ്പറേഷൻ വിജയിക്കും, ഈശോ എൻ്റെ കൂടെയുണ്ട്, എന്നെ ശക്തിപ്പെടുത്തും എന്ന ഒരു ചിന്തയിലേക്ക്, ഒരു ധൈര്യത്തിലേക്ക് ഈ വചനം വായിച്ചപ്പോൾ ഈ സഹോദരന് കടന്നു വരുവാനായിട്ട് സാധിച്ചു. വീണ്ടും ഇതേ വചനം വായിക്കുന്നത് ഒരു ബിസിനസ് ആരംഭിക്കുവാനായിട്ട് പോകുന്ന ഒരു കുടുംബം. അവരുടെ 1-2 ബിസിനസ്സുകൾ പരാജയപ്പെട്ടു. വലിയ സങ്കടമുണ്ട്, സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പുതിയൊരു സംരംഭം ആരംഭിക്കാൻ പോകുന്നു. അവരും പ്രാർത്ഥിച്ചൊരുങ്ങി അതിൻ്റെ ഉദ്ഘാടന ദിവസം ആ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇവർ വായിക്കുന്ന വചനം ഇതാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഈ വചനം വായിക്കുന്ന ആ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു ശക്തിയാണ്. കർത്താവ് കൂടെയുണ്ട്, തങ്ങൾ ആരംഭിക്കുന്ന ഈ ഉദ്യമം ദൈവം അനുഗ്രഹിക്കും എന്നൊരു ചിന്തയാണ് അവർക്ക് ലഭിക്കുന്നത്. ഇതേ വചനം വായിക്കുന്ന ഒരു പാപിയായ മനുഷ്യൻ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പാപിയായ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചിന്ത ഇതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിലും പാപത്തിലും ബന്ധനത്തിലുമെല്ലാം എന്നെ ശക്തിപ്പെടുത്തുന്ന, എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, വായിച്ചത് ഒരേ വചനമാണ്, പക്ഷേ ഓരോ വ്യക്തികളും അത് വായിച്ചത് അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ എപ്രകാരം സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഇതാണ് ദൈവവചനത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. ദൈവവചനം എന്നത് ദൈവം തന്നെ.
കർത്താവിൻ്റെ നിറഞ്ഞ സാന്നിധ്യമാണ് ഈ വചനം വായിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇതാ നിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുവാൻ, നിന്റെ ജീവിതത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും നിയന്ത്രിക്കുവാൻ പാകത്തിന്, അതായത് നീ ആയിരിക്കുന്ന ജീവിത മേഖലയെ സ്പർശിക്കുമാറ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് അഭിഷേകമായിട്ട് കടന്നു വരും. അതുകൊണ്ടാണ് നാം ബൈബിളിൽ ഇപ്രകാരം കാണുന്നത്, ദൈവവചനം എന്നാൽ ദൈവം തന്നെയാണ്. വാക്കുകൾക്കപ്പുറത്ത് എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ജീവിത തലങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന, അഭിഷേകം നൽകുന്ന, ആത്മീയ ചിന്തകളിലേക്ക് എന്നെ കൈപിടിച്ച് നയിക്കുന്ന, എനിക്ക് ജീവിതത്തിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ പ്രചോദനം നൽകുന്ന ഒരു ആത്മീയ ശക്തിയാണ് ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. നമ്മളായിരിക്കുന്ന ജീവിത മേഖലയെ സ്പർശിക്കുന്നതാണ് തമ്പുരാൻ്റെ ഓരോ വചനവും. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ എടുത്തു മാറ്റുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിത് വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. ദൈവത്തിൻ്റെ വചനത്തിന് വലിയ അഭിഷേകമുണ്ട്, ശക്തിയുണ്ട് എന്ന് ദൈവിക ഇടപെടലുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കലും ഞാനൊരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയം, ഇടവകയിലെ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ ഇതാ ഒരു ദിവസം ഞാനൊരു ബുക്ക് കണ്ടു. അപ്പം ഞാൻ ഓർത്തു, ഏതെങ്കിലും കുട്ടികൾ വേദപാഠം കഴിഞ്ഞിട്ട് എടുക്കാൻ മറന്നുപോയതായിരിക്കും ബുക്ക്. അപ്പോൾ ഇതാരുടെ ബുക്കാണെന്ന് നോക്കുവാനായിട്ട് ഞാൻ ആ ബുക്ക് എടുത്തു. ആ ബുക്ക് എടുത്തപ്പോൾ ആ ബുക്കിൽ ആരുടെയും പേരെഴുതിയിട്ടില്ല. ആദ്യത്തെ താളുകളിൽ ബുക്കിൽ പേരൊന്നും എഴുതിയിട്ടില്ല. അപ്പം ഞാൻ എന്തായിരിക്കും ഇതെന്നറിയാൻ വേണ്ടി ആ ബുക്കിൻ്റെ താളുകളൊന്ന് മറിച്ചു നോക്കി. ആ താളുകൾ മറിച്ചു നോക്കിയപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്, അവിടെ ഇതാ ഒരു വചനം എഴുതിയിരിക്കുന്നു, ഫിലിപ്പിൻ 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും. താളുകൾ ഇങ്ങനെ മറിച്ചു പോകുമ്പോൾ ഇതേ വചനം ഇങ്ങനെ ആവർത്തിച്ച് എഴുതിയിരിക്കുകയാണ്. ആ ബുക്ക് നിറയെ ഈ ഒരു വചനം എഴുതി ഇതാ തമ്പുരാൻ്റെ മുൻപിൽ, യോസേപ്പിതാവിൻ്റെ ദേവാലയമാണ്, യോസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ്, യോസേപ്പിതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ വെച്ച് പോയിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തിത് ആരായിരിക്കും ഇത് എഴുതിയത്? പേരൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ എഴുതിയത് ആരാണെന്നറിയാനായിട്ട് കൗതുകത്തോട് നോക്കി. എനിക്കിത് കണ്ടെത്താനായിട്ട് പറ്റിയില്ല. വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞു ഞാൻ ഇതാ വേറൊരു ബുക്ക് ഇതേ ഇടത്തിൽ കണ്ടെത്തുകയാണ്. ഞാൻ ഇതേപോലെ ചെന്നു ആ ബുക്ക് എടുത്തു നോക്കി. ആ ബുക്കിൽ ഇതാ മറ്റൊരു വചനം എഴുതിയിരിക്കുന്നു. ആ ബുക്ക് നിറച്ചും അതേ വചനം. അപ്പം ഞാനിങ്ങനെ ആ ബുക്ക് എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ഇടവകയിലുണ്ടായിരുന്ന കൈക്കാരന്മാർ അവിടെ പള്ളിയിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവരോട് ഈ കാര്യം പങ്കുവെച്ചു. ഈ കാര്യം പങ്കുവെച്ചപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കൈക്കാരൻ ചേട്ടൻ്റെ മകളാണ് ഈ വചനം എഴുതിയെന്ന് ആ ചേട്ടൻ പറഞ്ഞു. അപ്പം ഞാൻ പിറ്റേ ദിവസം ആ മോളെ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് മോളിങ്ങനെ വചനം എഴുതുന്നതിൻ്റെ കാരണം എന്താണ്? ആ കുഞ്ഞ് പറഞ്ഞതാണ്, അച്ഛാ, എനിക്കൊരു പരീക്ഷ വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ ബൈബിള് തുറക്കും, എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു വചനം കിട്ടും, ഞാൻ ആ ബുക്ക് നിറച്ചും ആ വചനം എഴുതും, എൻ്റെ നിയോഗം ഞാൻ സമർപ്പിക്കും, പ്രാർത്ഥിക്കും. ഈ വചനം എഴുതി കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ടുള്ള വഴികൾ ഈശോ എനിക്ക് കാണിച്ചു തരും. പ്രിയമുള്ളവരെ, മിടുക്കിയായി പഠിച്ച് ഇന്ന് ഒരു കുടുംബജീവിതം നയിക്കുന്ന ആ കുഞ്ഞ്, പ്രിയമുള്ളവരെ, ഓർക്കണോട്ടോ, വിശ്വാസത്തിൻ്റെ ഒരു ചെറിയ അംശമാണിത്. ഞാൻ എഴുതുന്ന വചനം എൻ്റെ തമ്പുരാൻ്റെ നിറഞ്ഞ സാന്നിധ്യമാണ്. ആ തമ്പുരാൻ എൻ്റെ ജീവിതത്തെ വഴി നടത്തും എന്നുള്ള വലിയൊരു ആത്മീയ ചിന്തയിലേക്ക് ഓരോ വ്യക്തികളെയും കൈപിടിച്ച് നയിക്കുന്നതാകുന്നു ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഞങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് പോകുമ്പോൾ, പ്രിയമുള്ളവർ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരായിരിക്കും. പോപ്പുലർ മിഷൻ ധ്യാനം എന്നും നമ്മുടെ മനസ്സുകളിൽ വലിയ ആത്മീയ അനുഭവത്തിൻ്റെ ഓർമ്മകൾ പകർന്നു നൽകുന്നതാണ്. ഈ പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിൽ ഞങ്ങൾ ധ്യാനത്തിൻ്റെ തലയാഴ്ച ഇടവകകളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചനം പങ്കുവെച്ച് ദൈവജനത്തെ ധ്യാനത്തിനായിട്ട് ഒരുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: മക്കളെ, നിങ്ങളെല്ലാവരും വചനം എഴുതണം. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും നിങ്ങൾ വചനം എഴുതി വചനം ഒട്ടിക്കണം. മരത്തേലും മതിലേലും വാതിലേലും എല്ലാം നിങ്ങൾ വചനം എഴുതി ഒട്ടിക്കണം എന്നിങ്ങനെ കുഞ്ഞുങ്ങളോട് പറയും.
ഈ കുട്ടികളുണ്ടല്ലോ, വലിയ തീഷ്ണതയോടെ വചനങ്ങൾ എഴുതി, വചനങ്ങളിങ്ങനെ പ്ലക്കാർഡിൽ എഴുതി, അല്ലെങ്കിൽ വചനങ്ങളിങ്ങനെ എഴുതി ഇങ്ങനെ മാല പോലെ കോർത്തൊക്കെ വളരെ മനോഹരമായ രീതിയിൽ വചനമെഴുതി അലങ്കരിച്ച് ഭവനവും ഭവനത്തിൻ്റെ ചുറ്റുപാടും ആ സെൻറ്ററൊക്കെ വളരെ മനോഹരമായിട്ട് വചനമെഴുതി അലങ്കരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനായി പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഈ മക്കളോടൊപ്പം വചനം എഴുതുന്ന മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പോപ്പുലർ മിഷൻ ധ്യാനമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ചില ഇടവകളിൽ പ്രോഗ്രാമുകൾക്കായിട്ട് വീണ്ടും വിളിക്കും. ഇല്ലെങ്കിൽ ഇവർ പോട്ടയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം ഇതാണ്: അച്ഛാ, അന്നെഴുതിയ ആ വചനങ്ങൾ ഇപ്പോൾ മക്കളത് പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ ബുക്കുകളിൽ വചനം എഴുതുന്നുണ്ട്. അവരുടെ സ്വഭാവത്തിൽ തന്നെ വലിയൊരു മാറ്റം വരുവാനായിട്ട് ഇത് കാരണമായിട്ടുണ്ട്. പ്രിയമുള്ള മാതാപിതാക്കളെ, കർത്താവിൻ്റെ വചനം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിത മേഖലകളെ ജീവിത മേഖലകളിൽ പുതിയ പ്രകാശത്തിൻ്റെ വെളിച്ചം, പുതിയ വെളിച്ചം പകരുവാനായിട്ട് ശക്തി നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ തമ്പുരാൻ്റെ വചനത്തോട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് നിർത്തുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്, അഭിഷേകത്തിന് അത് കാരണമായി തീരും. വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം തിരുവചനങ്ങൾ നമുക്കിത് വായിക്കാം. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ നോക്കിക്കേ, വചനത്തിൻ്റെ ഒരഭിഷേകം എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുവാൻ പാകത്തിന് നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളെ ഒരുക്കുന്നതാണ്, വിശുദ്ധീകരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം നമുക്കൊന്നെടുക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനം: സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ഒരു അഭിഷേകമാണ്, ദൈവത്തിൻ്റെ ഒരു ശക്തിയാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഈശോ പറയുന്ന ഒരു വചനഭാഗമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷത്തിൽ കാണുകയാണ് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈശോയെ പിശാച് പരീക്ഷിക്കുമ്പോൾ പിശാചിൻ്റെ പ്രലോഭനത്തെ ഈശോ അതിജീവിക്കുന്നത് ഈ വചനം പറഞ്ഞുകൊണ്ടാണ്. ഇപ്രകാരമാണ് പറഞ്ഞത്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതയാത്രയിൽ നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങളെ, പ്രത്യേകിച്ച് പാപ അവസ്ഥകളിലേക്ക് നമ്മളെ നയിക്കുന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങളെയും അതിജീവിക്കുവാനായിട്ടുള്ള ഒരു കരുത്തു നൽകും തമ്പുരാൻ്റെ വചനം എന്ന് പറയുന്നത്. കാരണം എൻ്റെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഭക്ഷണം എത്രത്തോളം ആവശ്യമാണോ, അതുപോലെ എൻ്റെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക്, ആത്മീയ വളർച്ചയ്ക്ക് ദൈവം നൽകുന്ന ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വചനം ഞാൻ ധ്യാനിക്കുകയും വചനം ഞാൻ പഠിക്കുകയും വചനം ഞാൻ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ എൻ്റെ ആത്മീയ ജീവിതത്തിൽ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് എനിക്ക് ഈശോ വിടുതൽ നൽകുകയാണ്. പാപബന്ധനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനായിട്ടുള്ള ഒരു ശക്തി എനിക്ക് തമ്പുരാൻ്റെ വചനത്തിലൂടെ എനിക്ക് പകർന്നു നൽകും. പ്രിയമുള്ളവരെ, ഓർത്തേക്കണം, വചനം നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. നീ ഒരു യാത്രയ്ക്ക് പോകുവാനായിട്ട് ഒരുങ്ങുമ്പോൾ, ഒരു പ്രത്യേക കാര്യം ചെയ്യുവാനായിട്ട് നീ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നിൻ്റെ ഒരു പ്രത്യേക പ്രാർത്ഥന നിയോഗത്തെ സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ഒന്നെടുത്ത് ധ്യാനിച്ചു നോക്കിക്കോ.
നീ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി കർത്താവിൻ്റെ വചനം എടുക്കുമ്പോൾ പ്രിയമുള്ളവരെ, മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ദൈവീക ചിന്തകൾ തമ്പുരാൻ തൻ്റെ വചനത്തിലൂടെ നമുക്ക് പകർന്നു നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം കർത്താവിൻ്റെ വചനം നമുക്ക് ജീവൻ പകരുന്നതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനം, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങ് അയച്ച വചനമാണ് സത്യം. അപ്പം നമ്മുടെ ജീവിതത്തിൽ സത്യത്തെ അറിയുവാനായിട്ട്, നീതിയിൽ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തിപ്പെടുത്തും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം തിരുവചനത്തിൽ നാം കാണുന്നു, ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ. തമ്പുരാൻ്റെ അമ്മ എന്ന പദവിയിലേക്ക്, സഹോദരങ്ങൾ എന്ന പദവിയിലേക്ക് ആരെല്ലാമാണ് ഉയർത്തപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം പാലിക്കുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാരെന്ന് ഈശോ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു മാർഗമാണ് തമ്പുരാൻ്റെ വചനം എന്ന് പറയുന്നത്. നമുക്കെപ്പോഴും സമീപസ്ഥമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ വിശുദ്ധ കുർബാനയിൽ നമുക്കൊരു ദിവസത്തിൽ ഒന്നേ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാനയിൽ എപ്പോഴും പങ്കെടുക്കുവാനായിട്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല, നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ തമ്പുരാൻ്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും സമീപസ്ഥമാണ്. നമുക്ക് മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ വചനം എടുക്കാം, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ തമ്പുരാൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം, വചനം നമുക്ക് കേൾക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് എപ്പോഴും നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ വചനം എപ്പോഴും നമുക്ക് സമീപസ്ഥമാണ്. അപ്പോൾ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ വിശദീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് തമ്പുരാൻ നമ്മളെ കൈപിടിച്ച് നയിക്കും വചനത്തിൻ്റെ അഭിഷേകത്താൽ. ഇതാ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയെന്ന് വിശുദ്ധ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ തമ്പുരാൻ്റെ വചനം നമ്മുടെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ അനുദിന ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതും വഴി നടത്തുന്നതും തമ്പുരാൻ്റെ വചനമാണ്. എല്ലാ ദിവസവും വചനം വായിക്കണമെന്നുള്ള ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ. ഒരധ്യായം വചനമെങ്കിലും എല്ലാ ദിവസവും വായിച്ച് നമ്മുടെ ജീവിതം നമ്മൾ തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് വലിയ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ ദർശിക്കുവാനായിട്ട് സാധിക്കും. കാരണം കർത്താവിൻ്റെ വചനം അത് എല്ലാ നേരവും എല്ലായ്പ്പോഴും ഫലം നൽകുന്നതാണ്. അത് വെറുതെ തിരിച്ചു വരില്ല. ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ അത് ഭൂമിയെ നനയ്ക്കുന്നു, ഫലങ്ങൾ, സസ്യങ്ങളും വൃക്ഷങ്ങളും വളരുന്നു, അവ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനവും. ദൈവത്തിൻ്റെ വചനം അത് ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കും. അതൊരിക്കലും വെറുതെ തിരിച്ചു പോവില്ല. അതിനാൽ നമുക്കും ഈ വചനത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്, പാതയിൽ പ്രകാശമാണ്. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനത്തോട് ഇത്രത്തോളം വിശ്വസ്തത പുലർത്തിയിരുന്ന പരിശുദ്ധ അമ്മ, വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും ജീവിതത്തിലുടനീളം സ്വീകരിച്ച് വചനാധിഷ്ഠിതമായ ജീവിതം നയിച്ച പരിശുദ്ധ അമ്മ മാതാവേ, വചനത്തിൽ അടിയുറച്ച ഒരു ജീവിതം നയിക്കുവാൻ, വചനത്തോടെന്നും അടുപ്പമുള്ള വ്യക്തികളായിട്ട് ജീവിക്കുവാൻ, ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാൻ അങ്ങേ തിരുക്കുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഇന്നത്തെ പ്രത്യേക നിയോഗമായിട്ട് വചനം വായിക്കുവാൻ താല്പര്യമില്ലാതിരിക്കുന്ന, അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് വചനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മ വഴിയായിട്ട് സമർപ്പിക്കാം. വചനത്തോടുള്ള ഒരു ദാഹം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ പ്രവൃത്തിയായിട്ട് നമുക്ക് ഇന്നു മുതൽ ബൈബിള് മുഴുവൻ വായിക്കണമെന്നുള്ളൊരു ഒരാഗ്രഹം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പുതിയ നിയമത്തിൻ്റെ 1-ാം പുസ്തകം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നമുക്ക് വായിച്ചു തുടങ്ങാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിറഞ്ഞ സാന്നിധ്യം തുളുമ്പുന്ന ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം.
നോക്കിക്കണ്ട് കരം വിരിച്ചു നിൽക്കും താരയിൽ കരളുരുകി വിളിക്കുന്നു സുഖമാക്കുവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് പാടി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എല്ലാവരും സ്വരമുയർത്തി പാടുകയും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദിവികാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ അധ്വാന ഭാരത്താൽ വലയുന്നവരെ ആശ്വസിപ്പിക്കുവാനായി അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവികാരുണ്യീശോ, നമ്മുടെ രോഗങ്ങളെ, അസ്വസ്ഥതകളെ, ആകുലതകളെ എടുത്തു മാറ്റുവാനായി നമ്മോടൊപ്പമായിരിക്കുന്ന ദിവികാരുണ്യീശോ, കർത്താവേ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ശക്തിപ്പെടുത്തണമേ. അഭിഷേക തൈലമായി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ശക്തിപ്പെടുത്തണമേ. ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് പാടാം. അധ്വാന ഭാരത്താൽ തളർന്നവരെ, വഴിയറിയാതലയുന്ന പൈതങ്ങളെ, അധ്വാന ഭാരത്താൽ തളർന്നവരെ, രോഗനൊമ്പരഭാരത്താൽ അവശരായവരെ, അണയുവേഗം സൗഖ്യദായക വിളിക്കുന്നിതാ. നോക്കിക്കണ്ട് ഹല്ലേലൂയ ചേർന്ന് പാടി ഹല്ലേലൂയ ആരാധിച്ചുകൊണ്ട് ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിച്ചൊരിക്കൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചേർന്ന് പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവികാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കുവാനായി ഇതാ നമ്മുടെ കൂടെ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഇരുള് നീ അകറ്റണമേ. അങ്ങയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്താൽ എന്നിലെ അന്ധകാരം നീ എടുത്തു മാറ്റണമേ. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് പ്രകാശമാണ്. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദിവ്യകാരുണ്യീശോയെ, ആ വചനത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ, വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാൻ നീ ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യീശോയെ ആരാധിച്ച് എന്നിലെ ഇരുൾ നീക്കി പ്രഭ തൂകണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഇരുൾ മാറ്റി പ്രഭ തൂകി ഉയർത്തിടുവാൻ സുരലോകം വിട്ടിറങ്ങിയ നീതി സൂര്യൻ.
അതിശോഭയാർന്നു വാഴും തിരുവോസ്തിയിൽ കൃപ തൂകിയെഴുന്നുള്ളും ഈ നിമിഷം. ചേർന്ന് ആരാധിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് പാടിയിട്ട് ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവികാരുണ്യ സന്നദ്ധിയിൽ ഏറ്റവും എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ദിനങ്ങളിലൂടെ ഈശോ നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. കർത്താവേ, നിന്റെ സന്നിധിയിൽ നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലുള്ള എല്ലാ ദുശ്ശീലങ്ങളും ഈശോയെ എടുത്തു മാറ്റണമേ. എല്ലാ തഴക്ക ദോഷങ്ങളും എടുത്തു മാറ്റണമേ. പാപച്ചായ്ച്ചലുകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. നിന്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ, നിന്റെ പ്രിയ മകനായി, പ്രിയ മകളായി ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. കാലഘട്ടത്തിൻ്റെ തിന്മകളിൽ വീണുപോകാതെ എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ചേർന്ന് പാടാം. ദുശ്ശീലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകി അനുഗ്രഹിക്കണമേ നാഥാ. ദുശ്ശീല ബന്ധനത്തിൻ പടുകുഴിയിൽ കരകയറാനാവാതെ വലയുന്നോരേ. കരം പിടിച്ചുയർത്തുന്നു കരുണാമയൻ, കരളുരുകി വിളിക്കുന്നു സുഖമാക്കുക. ചേർന്ന് ആരാധിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ട് എല്ലാവരും പാടട്ടെ. ഹല്ലേലൂയ ഹൃദയത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആവർത്തിച്ച് പാടി ഈശോയെ സ്തുതിക്കട്ടെ. കരമുയർത്തി ഈശോയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ. അധരങ്ങളിലെ ഹല്ലേലൂയ ഗീതികളാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഈശോയെ സ്തുതിക്കട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അധരങ്ങളില് യേശുവിന്റെ സ്തുതിഗീതികള്, ഹൃദയങ്ങളിൽ യേശു സ്തുതിഗീതികൾ, മാലാഖമാരുടെ സ്വർഗീയ വൃന്ദങ്ങളുടെ കീർത്തനങ്ങളോട് ചേർന്ന് എല്ലാവരും ഈശോയെ ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. കുടുംബം ഒന്നിച്ച് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനത്തിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ സംസ്ഥാനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വ്യാപരിക്കാം. ഈ നിമിഷങ്ങളിൽ കർത്താവേ, ഈ ദിനങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു.
ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. വിമല സങ്കേത ശുശ്രൂഷയുടെ 4ാം ഘട്ടത്തിൽ കർത്താവെ, അങ്ങയെക്കുറിച്ചുള്ള അറിവ്, അങ്ങയോടുള്ള ഭക്തിയിൽ ഞങ്ങളെ വളർത്തുകയും അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്നത്. ഈശോയെ, ഞങ്ങൾ അങ്ങയെ അറിയുമ്പോൾ അങ്ങേ കൂടുതലായി സ്നേഹിക്കുവാനുള്ളൊരു പ്രചോദനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവിനെ നമ്മൾ മനസ്സിലാക്കുന്ന, കർത്താവിനെ നമ്മൾ സ്വന്തമാക്കുന്ന ഏറ്റവും വലിയൊരു കൃപയുടെ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളിലാണ് നമ്മൾ. ഈ ദിവികാരുണ്യ സാന്നിധ്യത്തിൻ്റെ നിറവിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇന്ന് ശ്രവിച്ച വചനഭാഗം, കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വഴിവിളക്ക്. അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തെ അത്രമാത്രം സ്പർശിക്കുന്നതാണ്. കർത്താവെ, ഹെബ്രായ ലേഖനം 4:12 അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുന്നുണ്ടല്ലോ, ഹൃദയത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും നിയന്ത്രിക്കുന്നതാണ്. ഹൃദയത്തിലേക്ക് ഇരുതല വാളിനെ പോലെ തുളച്ചു കയറി ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അങ്ങയുടെ വചനം. കർത്താവെ, ആ വചനത്തിൽ എന്നും ഞങ്ങൾ ചേർന്ന് നിൽക്കുവാൻ, വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ, ഈ വിമല സങ്കേതം ശുശ്രൂഷ ഞങ്ങളെ നയിക്കുന്നത് കർത്താവെ നിന്നിലേക്കാണല്ലോ. അങ്ങയിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗം അങ്ങയുടെ വചനം ധ്യാനിക്കുക എന്നുള്ളതാണല്ലോ. ഈശോയെ, ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും വചനം വായിക്കുന്നവരാകുവാൻ, ഞങ്ങളുടെ അനുദിന കുടുംബ പ്രാർത്ഥനയിൽ വചനം വായിക്കുവാൻ, വ്യക്തിപരമായി എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരധ്യായമെങ്കിലും വചനം വായിക്കുവാൻ, ഞങ്ങളെ സ്പർശിക്കുന്ന വചനങ്ങൾ അതൊന്ന് കുറിച്ചു വയ്ക്കുവാൻ, അത് ജീവിതത്തിലൊന്ന് മനഃപ്പാഠമാക്കുവാൻ, ജീവിതത്തിൻ്റെ സങ്കടവേളകളിൽ ആ വചനമൊന്ന് ഏറ്റുപറയുമ്പോൾ നീ നൽകുന്ന ആശ്വാസം അനുഭവിക്കുവാൻ, കർത്താവെ, വചനത്തിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കണമേ. അങ്ങയുടെ വചനമാണല്ലോ സത്യം. ആ സത്യത്തെ തിരിച്ചറിയുവാൻ, വചനമാകുന്ന സത്യത്തെ തിരിച്ചറിയുവാനുള്ള കൃപ നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിലൂടെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, പാപമേഖലകളിലേക്ക് ഞങ്ങൾ വീണു പോകുമ്പോൾ അതിനെ അതിജീവിക്കുവാനായി അങ്ങയുടെ വചനം അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അങ്ങയുടെ വചനം അത് സത്യമാണ്. സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനം പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ സഹോദരങ്ങളാകുവാൻ, ദൈവപുത്രരാകുവാൻ അങ്ങയുടെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഞങ്ങൾക്ക് കരുത്ത് നൽകുന്നല്ലോ. കർത്താവെ, വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ച പരിശുദ്ധ അമ്മ മാതാവേ, വചനത്തോട് ചേർന്നുള്ള ഒരു ജീവിതം ഞങ്ങൾ നയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ ഈശോയെ, എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ ദിവികാരുണ്യ ഈശോയെ നോക്കിക്കൊണ്ട് ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ദിവികാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിനങ്ങളിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവമേ, ദിവികാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനം എല്ലാ ദിവസവും വായിക്കുവാനും ധ്യാനിക്കുവാനും വചനം പഠിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമായ ദൈവമേ, വചനമായ ദൈവമേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദിവികാരുണ്യ സന്നിധിയിലിരുന്ന് നമ്മൾ വചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൽ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവ്. വിമല സങ്കേത ശുശ്രൂഷയിൽ നമ്മളെല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ ദൈവകൃപയിലേക്ക് ഏറ്റവും ചേർന്ന് നിന്നത് പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടായിരുന്നതിനാലാണ്. കർത്താവായ ഈശോയെ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കൈപിടിച്ച് നയിക്കണമേ. ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ഒരു ജീവിതം, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു ജീവിതം, സ്വർഗത്തിൽ നിന്ന് അഗ്നിയായി പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ, പ്രവാചകന്മാരെ ധൈര്യപ്പെടുത്തിയതുപോലെ, കർത്താവെ പൂർവ്വപിതാക്കന്മാർക്ക് കരുത്ത് നൽകിയതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം, തീ കത്തിക്കുന്ന ഒരു അഭിഷേകം, ഒരു പുത്തൻ ഉണർവിൻ്റെ അഭിഷേകം, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഒരു അഭിഷേകം ഇത് വികാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഈശോയെ സ്തുതിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഒരു നിറവ് നൽകി അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് എല്ലാവരും ആഗ്രഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഇരടികളോട് നമുക്ക് ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പുത്തനുണർവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി സന്തോഷത്തോടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്കൊന്ന് കൈയടിച്ചുകൊണ്ട് പാടാം. ഈശോയെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, അഭിഷേകത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൻ്റെ വലിയൊരു ജ്വലനം നമ്മുടെ എല്ലാവരിലും ഈശോ പകർന്നു നൽകും. ആഗ്രഹത്തോടെ നമുക്ക് പാടാം. തീ കത്തിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തീ നമ്മുടെ ജീവിതത്തിൽ കത്തിക്കുവാൻ. തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. ചേർന്ന് പാടിക്കേ. തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. ഒരിക്കൽ കൂടി. തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ആത്മീയ ശക്തിയായി പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഞങ്ങളിലേക്ക് നൽകണമേ. പ്രാർത്ഥിക്കട്ടെ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാമത്തി കത്തിച്ചോനേ. ചേർന്ന് ആരാധിച്ചുകൊണ്ട് ചേർന്ന് പാടി. സ്വർഗീയ അഗ്നിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. ഈശോയെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് സ്ലീഹന്മാർക്ക് നൽകിയ ഒരു ആത്മീയ അഭിഷേകം, ഒരു പെന്തക്കോസ്ത് അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ഈശോ പകർന്നു നൽകും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സ്ലീഹന്മാർക്ക് ലഭിച്ച അതേ ചൈതന്യം ഞങ്ങളിലേക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പന്തക്കുസ്തിൻ നാളിൽ അഗ്നി നവാൻ ചന്തമോടങ്ങു പകർന്ന പോലെ തീ കത്തിക്കാം, തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. ചേർന്ന് പാടി. തീ കത്തിക്കാം, എന്നിൽ തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ
നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് തീ കത്തിക്കാൻ ഞാനും എനിക്കുള്ളതെല്ലാം നിനക്ക് നൽകുന്നു. എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. നമ്മുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ സമർപ്പിച്ച് ആത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേല് നമ്മളായിരിക്കുന്ന ജീവിത മേഖലകളിൽ നമ്മുടെ ഭവനത്തിലുണ്ടാകുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രിയ മക്കളുടെ മേൽ ഇതിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഗ്നി അഭിഷേകം ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ പ്രത്യാശയോടെ വ്യാപരിക്കുവാൻ, ഞങ്ങളുടെ ബന്ധങ്ങൾ വിശദീകരിക്കപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിത മേഖലകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന്, എല്ലാ ദുശ്ശീലങ്ങളിൽ നിന്ന് വിടുതൽ മോചനം നൽകുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആത്മാവിൻ്റെ നിറവ് അഭിഷേകം നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളിലും കടന്നു വരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ നമുക്ക് ഓർക്കാം. ഇതിൻ്റെ പൊതുനിയോഗമായിട്ട് കർത്താവേ, വചനം വായിക്കുവാൻ, വചനം പഠിക്കുവാൻ ഒരു ദാഹം നൽകി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ അയച്ചു വന്നിരിക്കുന്ന എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ദിവികാരുണ്യത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഇതാ ജോലി മേഖലയിലെ തടസ്സങ്ങൾ മാറുവാൻ ഒത്തിരി പേരുടെ ഒരു പ്രാർത്ഥന നിയോഗമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ ജോലി തടസ്സങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുമൂലമുള്ള അസ്വസ്ഥതകൾ, കുടുംബങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ കർത്താവെ സമർപ്പിക്കുകയാണ്. ജോലി തടസ്സങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ ജോലി തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി സാമ്പത്തിക ഭദ്രതയിലേക്ക് പ്രവേശിക്കുവാൻ പാകത്തിന് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണമേ. കർത്താവ് പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂവിനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവരെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബിസിനസ് മേഖലകളിൽ പരാജയങ്ങൾ സംഭവിച്ച മൂലം പൊട്ടിക്കിടക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ അത് വീണ്ടും ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഒരു പുത്തൻ ഉണർവ് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. PSC LD ക്ലർക്ക് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. അവരൊക്കെ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള ഇൻ്റർവ്യൂകൾ, ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുന്നവർ, വിസ സംബന്ധമായ തടസ്സങ്ങൾ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ രോഗങ്ങൾ മാറുവാനായിട്ടൊരു 3-4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ അസുഖങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുവാനായിട്ട് പ്രിയ മാതാപിതാക്കൾ പ്രാർത്ഥനാ നിയോഗം അയച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ വലിയ രോഗമേഖലകളിൽ നിന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ നമുക്ക് ഓർക്കാം. കർത്താവെ, വിദേശത്ത് ജോലിയിലായിരിക്കുന്ന, ബഹ്റൈനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം, ജോലിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, നമ്മൾ മുൻപ് പറഞ്ഞ അതേ നിയോഗം തന്നെയാണ് മാറാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, പൂർത്തീകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെല്ലാം നമുക്ക് മനസ്സിലോർക്കാം. കർത്താവെ, ഞങ്ങളുടെ ഭൗതിക മേഖലയെ കൂടെ ആത്മീയ മേഖലയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഭൗതിക മേഖലകളെ കൂടെ സുസ്ഥിരമാക്കണമേ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടെ ദിവികാരുണ്യീശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് മുട്ടിന്മേലായിരിക്കാം. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി ബൈബിൾ മുഴുവൻ വായിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വായിച്ച് ആരംഭിക്കുന്നു.